ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുമ്പോൾ വളരെ ഒരു സിമ്പിൾ പോയമാണ്. ശരിക്കും പറഞ്ഞാൽ ഫോറിൻ എന്ന് പറയുമ്പോൾ എന്താണ് അബ്രോഡ് അല്ലെ, ഇന്ത്യന്റെ പുറത്ത്. നമ്മൾ ഇന്ത്യയിലെക്കാരാകുമ്പോൾ നമ്മൾ അബ്രോഡിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ദുബായ് പറയാം. ഏതൊക്കെ രാജ്യങ്ങൾ അറിയാം? എനിക്ക് ദുബായ് അറിയാം, അമേരിക്ക അറിയാം, ബ്രിട്ടീഷ് അറിയാം, പാകിസ്ഥാൻ തൊട്ടപ്പുറത്തുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ചൈനയുണ്ട്, ജപ്പാൻ ഉണ്ട്, നമ്മുടെ UAE, ഖത്തർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഫോറിൻ ലാൻഡ്സ് പുറത്ത് വിമാനത്തിൽ പോകേണ്ട കുറെ കാര്യങ്ങൾ അല്ലേ, സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ബൈ റോബർട്ട് ലൂയിസ് അല്ല, ലൂയി സ്റ്റീവൻസൺ. ഓക്കെ, ഇപ്പൊ ഇവിടെ 1 2 3 4 5 സ്റ്റാൻസ ഉണ്ട്. സ്റ്റാൻസ 5 സ്റ്റാൻസ, നോട്ട് പാരഗ്രാഫ്. പാരഗ്രാഫ് അല്ല, സ്റ്റാൻസ. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? ഫോറിൻ നിങ്ങൾ എപ്പോഴും മരത്തിന്റെ മേലെ കയറിയിട്ട് എപ്പോഴെങ്കിലും വേറെ രാജ്യം കണ്ടിട്ടുണ്ടോ? ഇവിടെ നോക്കുമ്പോൾ ശ്രീലങ്ക കാണാൻ പറ്റുമോ കോഴിക്കോട് ബീച്ചിൽ നിന്നിട്ട്? ഇല്ല. പണ്ട് ചെറുപ്പത്തിൽ, അതിന് സാർ നിങ്ങളൊരു പ്രായത്തിലാകുമ്പോൾ ഞാൻ കോഴിക്കോട് ബീച്ചിൽ പോയിരുന്നു. അപ്പൊ നിങ്ങൾ കൊച്ചി ബീച്ചിലോ കോഴിക്കോട് ട്രിവാൻഡ്രത്തോ കുറെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോ അല്ലെ? അപ്പൊ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് ദൂരെ ഇങ്ങനെ സൺസെറ്റ് ഒക്കെ നമ്മൾ നോക്കിയിരിക്കും അല്ലെ. ദൂരെ എന്തെങ്കിലും കാണാം അല്ലെ, കുറെ ആൾക്കാർ കുഞ്ഞു തോണിയിലും ബോട്ടിലൊക്കെ അങ്ങനെ പോലെ. അപ്പൊ ദൂരെ എന്നോട് പറയും, ഓക്കെ, എന്നോടും നമ്മൾ സിനിമയിലെ കണ്ടിട്ടില്ലേ, അതാണ് നമ്മുടെ ഗൾഫ് എന്ന് പറയുമ്പോൾ എന്താണ് ദുബായ്, നമ്മുടെ ഗൾഫാണ് അപ്പുറത്ത് കാണാം. അപ്പൊ ഞാൻ കുറെ കാലം ഇത് സിമ്പിളാണല്ലോ, ഇവിടെ നിന്ന് തോണിയും പിടിച്ച് പോയാൽ പോലെ അവിടെ അറ്റത്ത് ദുബായ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. കാണുമ്പോൾ ബുർജ് ഖലീഫ എന്ന് കാണുന്നില്ല, പക്ഷെ ദൂരെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. അതേപോലെ ഓക്കെ, നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെ തോണിയുണ്ട്, അവിടെ ദുബായിലൊന്ന് പോകണം അല്ലെ, അല്ലെങ്കിൽ ശ്രീലങ്ക, അവിടേക്ക് പോകുമ്പോൾ ശ്രീലങ്കയാണെന്നൊക്കെ എന്നെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്മാർട്ട് പിള്ളേരായിട്ട് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ നോക്കിയേ, ഇവിടെ ഫോറിൻ ലാൻഡ്സ് നമ്മുടെ കുട്ടികൾ മരത്തിന്റെ മേലെ കയറിയിട്ട് വേൾഡ് എക്സ്പീരിയൻസ്, നേച്ചറിന്റെ ബ്യൂട്ടിയും ലോകത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പോയത്തിലേക്ക് പോകാം. വളരെ സിമ്പിൾ പോയമാണ്. പോയത്തിന്റെ തീം, വാട്ട് ഇസ് ദ തീം ഓഫ് ദ പോയം? പോയമല്ല, പോം. The poem Foreign Lands highlights a child, ഒരു കുട്ടീന്റെ ക്യൂരിയോസിറ്റി ആൻഡ് ഇമാജിനേഷൻ അല്ലേ. ആ കുട്ടി മരത്തിന് മേലെ കയറിയിട്ട് മാങ്ങ പറിക്കാനാണോ പോയത്? അല്ല, ലോകം നോക്കുന്നു. അവിടെ ലോകം നോക്കുമ്പോൾ വെറുതെ അവിടെ ഒരു പട്ടി, അവിടെ ഒരു പശു, ഇത് നമ്മുടെ മാമനാണ് അപ്പുറത്തെ വീട്ടില്, അതല്ല പറയുന്നത്. ഒരു ഇമാജിനേഷൻ ഉണ്ട് അല്ലേ. അവിടെ ഒരു റിവർ ഉണ്ട്, നമുക്ക് സീയിലേക്ക് പോകാം, അങ്ങനെ ഭയങ്കര ഇമാജിനേഷൻ ഉണ്ട് അല്ലേ. ഇങ്ങനെ സാങ്കല്പികമായിട്ട് കുറെ ആലോചിക്കുന്നുണ്ട്. വൈൽ എക്സ്പ്ലോറിംഗ് ദ വേൾഡ് ഫ്രം എ ട്രീ, വേൾഡ് ട്രീയിൽ നിന്ന് നോക്കുക കേട്ടോ. കുറച്ചുകൂടി വലിയ മരം ഉണ്ട്, എനിക്ക് കുറച്ചുകൂടി കാണാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ ജോയ് ഓഫ് ഡിസ്കവറി. മക്കളെ, നിങ്ങൾ ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേറെ തന്നെ രസമല്ലേ. ഇപ്പം നിങ്ങളൊരു വൈഫൈൻ്റെ പാസ്വേഡ് കിട്ടുമ്പോഴായിക്കോട്ടെ ഒരു രസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ടെക്നോളജിയൊക്കെ മനസ്സിലാക്കുക. കാറൊക്കെ ചിലപ്പോൾ നമ്മൾ കാർട്ടോയൊക്കെ പുറകിലേക്കാക്കും മുമ്പിലേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കുക, അതൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ രസമാണ് അല്ലേ. ഒരു പുതിയ ജോയ് ഓഫ് ഡിസ്കവറി, ഓരോ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ആൻഡ് ഡ്രീം ഓഫ് സീയിങ് മാജിക്കൽ പ്ലേസസ് അല്ലേ. നമുക്ക് മാജിക്കലായ കുറെ സ്ഥലങ്ങളുണ്ടാവും അല്ലെ, നമ്മുടെ സ്വപ്ന ലോകത്തിലേക്ക് ഉള്ള കുറെ കാഴ്ചകളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സമ്മറി എന്ന് പറയുന്നത് എന്താണ്? ദ പോം ഫോറിൻ ലാൻഡ്സ് ഡിസ്ക്രൈബ്സ് എ ചൈൽഡ്സ് എക്സൈറ്റ്മെന്റ് ആസ് he or she climbs a cherry tree. ഓക്കെ, എന്ത് ട്രീ ആ മക്കളെ? ഒരു ചെറി മരം, ചെറി ട്രീ, and looks at the world. ഓക്കെ, അപ്പൊ അതിന് മേലെ കയറിയിട്ട് നിങ്ങൾ ആരൊക്കെ മരം കയറിയിട്ടുണ്ട്? എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇത്രയും വലിയ മരത്തിന് മേലേക്ക് കയറാൻ തന്നെ പേടിയാണ്. അതിന് മേലെ നിന്ന് വീടുന്ന പേടിയാണ്. അപ്പൊ അതിന്റെ മേലേക്ക് ഞാൻ കയറിയിട്ടില്ല. ഇത്രയും കയറിയിട്ടുണ്ടാവും, ഇത്രയും കുഞ്ഞു മനുഷ്യൻ ഇത്രയും കയറിയിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറം എനിക്ക് പറ്റൂല. ഓക്കെ, എനിക്ക് അതൊക്കെ കുറച്ച് ഹൈറ്റ് കുറച്ച് പേടിയാണ്. ഹി സീസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഒരു ഗാർഡൻ കാണുന്നുണ്ട്. ഫ്ലോയിങ് റിവർ, ഓക്കെ, ഇങ്ങനെ എന്താണ് ഒരു നദി പോലെ കാണുന്നുണ്ട്. റോഡ്സ് ലീഡിങ്, റോഡുകൾ കാണുന്നുണ്ട്. ഡ്രീംസ് ഓഫ് എക്സ്പ്ലോറിംഗ് ഫർദർ, അതിന്റെ അപ്പുറം കാണുന്നുണ്ട് അല്ലേ. അതിന്റെ അപ്പുറം കാണാനാണ് താല്പര്യം, നിങ്ങളെ പോലെ അല്ലേ. അങ്ങ് മേലെ കയറിയിട്ട് അതിന്റെ ദൂരെ കാണാൻ താല്പര്യം. ഹി ഇമാജിൻ സീയിങ് ദ സീ, നമ്മുടെ വീട്ടിൽ നിന്നും ബീച്ചിനടുത്ത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല സമുദ്രം, ഷിപ്പുകൾ കാണണം. അതേപോലെ ഒരു മാജിക്കൽ ഫെയർ, അതിന്റെ അപ്പുറം എന്താണ്? ഒരു മാജിക്കൽ ഫെയർ വേർ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. മക്കളെ, നിങ്ങൾ എപ്പോഴാണ് ഡിന്നർ കഴിക്കുക? ഞാനൊക്കെ ഒരു ചെറുപ്പത്തിൽ 7 മണിക്കാണ്, പിന്നെ 9 മണി 10 മണിയൊക്കെ 5 മണിക്ക് ഭക്ഷണം കിട്ടുന്നത്. ആൻഡ് ടോയ്സ്, നിങ്ങളുടെ ടോയ്സ് ഒക്കെ ജീവൻ വരുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമാജിനേഷൻ ആണ് കേട്ടോ, ഇമാജിനേഷൻ. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് വായിക്കാം. ഓക്കെ, റെഡി? നമുക്ക് വളരെ സിമ്പിൾ ബ്യൂട്ടിഫുൾ പോമാണ്. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ, who should climb but little me. ഓക്കെ, അപ്പം നമ്മുടെ പോയറ്റാണ് സംസാരിക്കുന്നത് കേട്ടോ. പോയറ്റ് പറയാണ് അപ്പ് ഇൻ ടു ദ ചെറി ട്രീ. അപ്പൊ ചെറി ട്രീന്റെ മുകളിലേക്ക് who should climb but little me. ആര് കയറണം? ഞാൻ തന്നെയല്ലേ കയറണ്ടേ, ഞാൻ തന്നെയല്ലേ മരം കയറണ്ടേ. ഇവിടെ നമ്മളൊരു ഇമേജ് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ഒരു മരം വരച്ചില്ല കേട്ടോ. ചിങ് ഒരു ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും അല്ലേ. എന്നാലും നമ്മുടെ കുട്ടി ഇതാ ഇവിടെ ഇങ്ങനെ കയറണം. ഇതെന്താണ്? നമ്മുടെ ചെറി ട്രീ. എന്താണ്? ചെറിയ ട്രീ അല്ല മക്കളെ, ചെറി ട്രീ. ഓക്കെ, ചെറി വളരുന്ന ട്രീ, ചെറി ട്രീ. ഓക്കെ, ചെറി ട്രീ. ഓക്കെ, ചെറിയ ട്രീ അല്ല, ചെറിയ ട്രീ കേട്ടോ, ചെറിയ. ഓക്കെ, അതിന് മേലെ ഞാനല്ലേ കയറേണ്ടത് എന്ന് പറയുന്നു. ഓക്കെ, കുഞ്ഞു കുട്ടിയെ, ലിറ്റിൽ കുട്ടി കേട്ടോ, വലിയ ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഐ ഹെൽഡ് ദ ട്രങ്ക്. മക്കളെ, ട്രങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്?
ട്രങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഈ ബ്രാഞ്ച് ഒക്കെ പോലെ അല്ലേ, ദ മെയിൻ വുഡി സ്റ്റെം ഓഫ് ദ എന്താണ് മക്കളെ ഈ ട്രങ്ക്? ഇതാണ് ട്രങ്ക് കേട്ടോ, ഇതാണ് ട്രങ്ക്. എന്താണ് മക്കളെ? ഇതാണ് ട്രങ്ക്. ട്രങ്ക് ക്ലിയർ ആണെങ്കിൽ ട്രങ്ക് എന്ന് വെച്ചാൽ അതിലെ ഇതാണ്, ഇതൊക്കെ കയറി കട 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 കയറി 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 ഇങ്ങനെ പോകുന്നു. ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ്, ഇങ്ങനെ ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. നോക്കിയേ, എന്നിട്ട് ഞാൻ അങ്ങ് ദുബായ്, അതാ പാകിസ്ഥാൻ, അങ്ങ് ദൂരേക്ക് നോക്കാം. അപ്പത്തെ പറമ്പിലേക്ക് നോക്കുമ്പോ നമ്മുടെ കുട്ടി വിചാരിക്കുന്നത് എന്താണ്? അത് ദുബായ് ആണെന്നും ഇതെന്താ ഖത്തർ ആണെന്നും അങ്ങനെ ഓരോ അത് അമേരിക്ക അവിടെ കിടക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് അല്ലേ. മരത്തിന്റെ മേലെ കയറിയിട്ട് തെങ്ങിന് മേലെ ഒന്നല്ലല്ലോ കയറുന്നത് അല്ലേ, ബുർജ് ഖലീഫിന്റെ മേലെ കയറിക്കുന്നത് അല്ലേ. ആ തെങ്ങിന് മേലെ എന്താ മരത്തിന്റെ മേലെ കയറിയിട്ട് അതാ അവിടെ എൻ്റെ ഉപ്പ അവിടെയാണ് പോയത് അല്ലെ, എൻ്റെ അമ്മ അവിടെ ആ രാജ്യത്താണ് പോയെന്ന് പറഞ്ഞിരിക്കുക അല്ലെ. എന്ത് കുട്ടി എന്താ ചെയ്തത്, നമ്മളെ പോലെ വിവരമൊന്നുമില്ല. എനിവേസ് ഇതാണ് ഇമാജിനേഷൻ. ഓക്കെ, അടുത്ത പോയം. ഓക്കെ, അടുത്ത സ്റ്റാൻസ. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ അല്ലേ, അപ്പുറത്തെ വീട്ടിലെ ഗാർഡൻ. നെക്സ്റ്റ് ഡോർ എന്ന് പറയുമ്പോൾ എന്താണ്? നെയ്ബർ. ഓക്കെ, തൊട്ട് അടുത്ത വീട്. ഓക്കെ, അടുത്ത വീട്. അയ്യോ, ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്കറിയാം നെയ്ബർ. അപ്പുറത്തെ വീട്ടിലത്തെ ഗാർഡൻ അവിടെ കിടക്കുന്നത്. ഓക്കെ, അവിടെ പൂന്തോട്ടം ഉണ്ട്, അപ്പുറത്തെ വീട്ടിലെ പൂന്തോട്ടം. അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ്. മക്കള് അഡോൺ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക. ഓക്കെ, അലങ്കരിക്കുക. ഓക്കെ, ഡെക്കറേറ്റ് വിത്ത് ഫ്ലവേഴ്സ്. ഗാർഡനിൽ പിന്നെ എന്താ ഉണ്ടാവുക? ഫ്ലവേഴ്സ്. ഓക്കെ, ഫ്ലവേഴ്സ് എന്നല്ല പറയാ, ഫ്ലവേഴ്സ്. എന്താണ് എല്ലാരും പറഞ്ഞേ? ഫ്ലവേഴ്സ് എന്ന് ആലോചിച്ചേ. ഫ്ലവേഴ്സ്, ഇത് ഫ്ലവേഴ്സ് അല്ല, FLAARS എന്നാലോചിച്ചത്. ഇതാണ്, ഇങ്ങനെയാണ് ഫ്ലവർ എന്ന് പറയില്ല നമ്മൾ എന്താ പറയാ? ഫ്ലവേഴ്സ്. ഫ്ലവർ എന്താണ്? ഫ്ലവർ പറഞ്ഞേ, ഫ്ലവർ. ഓക്കെ, ഫ്ലവർ. അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ. ഓക്കെ, ഫ്ലവർ എന്ന് പറയും, പക്ഷെ ഫ്ലവർ എന്ന് പറയില്ല. ഓക്കെ, ബിഫോർ മൈ ഐ, എന്റെ കൺമുമ്പിൽ അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നു. എന്താണ്? അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പുറത്തെ വീട്ടിൽ എന്താണ്? ഇങ്ങനെ പൂന്തോട്ടം നോക്കുമ്പോൾ എന്ത് രസം, വാ, ബ്യൂട്ടി. ആൻഡ് മെനി പ്ലസന്റ് പ്ലേസസ് മോർ. വേറെയും കുറെ സന്തോഷമായ സ്ഥലങ്ങൾ എന്താണ്? വേറെയും പ്ലസന്റ് എന്ന് പറയുമ്പോൾ ഹാപ്പി സ്ഥലങ്ങളുണ്ട് കേട്ടോ. പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഓക്കെ, ഞാൻ കാണാത്ത വേറെയും കുറെ ബ്യൂട്ടിഫുൾ ഉണ്ട്. ഞാൻ മരത്തിന് മേലെ കയറുമ്പോൾ നമ്മൾ കുറെ സ്ഥലങ്ങൾ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ വീട്, അവിടെയാണ് തുണി അലക്കുന്ന അരക്കല്ലൊക്കെ കാണാൻ പറ്റും. ഇവർക്ക് പട്ടിക്കുട്ടി ഉണ്ട്, കൊള്ളാലോ. അങ്ങനെ കുറെ സാധനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഹാപ്പി സ്ഥലം. ഗാർഡൻ കാണാം, മരം കാണാം, കുറെ മരങ്ങൾ കാണാം, ഇതൊക്കെ കാണാം. ഓക്കെ, ഇനി ഇവിടെ ഇരുന്നിട്ട് ഇത് നോക്കിയിട്ട് ആർക്കൊക്കെ റൈം സ്കീം പറയാൻ പറ്റും? ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക, ഓരോ ലൈൻ്റെ അവസാനത്തെ വാക്ക് നോക്കുക, നമുക്ക് റൈം സ്കീം ഉണ്ടോ നോക്കാം കേട്ടോ. ആദ്യത്തെ വേർഡ് ഞാൻ എന്നിടുന്നു, ലൈ. ലൈയും ഐയും കേട്ടാൽ ഒരേ പോലെ, ലൈ ഐ ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് ഇവിടെയും എന്നിടാം, സെയിം പോലെ. ഐയും ലൈയും മോറും ഒരേ ബന്ധമല്ലല്ലോ, അപ്പൊ ഇത് എ അല്ല. ഐയും മോറും തമ്മിൽ ബന്ധമില്ല. അപ്പൊ നമുക്ക് ഇത് രണ്ടാം പുതിയൊരാളായിട്ട് ബി. മോറും ബിഫോറും, മോർ ബിഫോർ എന്ത് ചെയ്യും? അപ്പൊ AABB ആണ് റൈം സ്കീം. വെരി ഗുഡ്, AABB. ഇത് നമുക്ക് അടുത്ത സ്റ്റാൻസയിലും കിട്ടുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ മുമ്പത്തെ സ്റ്റാൻസ് നോക്കിയിട്ട്. ട്രീ മീ ഹാൻഡ്സ് ലാൻഡ്സ്. അപ്പൊ AABB കൺഫേംഡ്. ഗുരുജി ലോക്ക് ചെയ്തോളൂ, നമ്മളാണ് കോടീശ്വരൻ. എന്താണ്? AABB ആണ്, ഉറപ്പിച്ചോ, വേറെ സംശയമില്ല. അപ്പൊ നമ്മൾ മരത്തിന്റെ മേലെ കയറി, അപ്പുറത്തെ പൂന്തോട്ടം കണ്ടു, കുറെ ചിരികൾ കണ്ടു, കുറെ സംഭവങ്ങളൊക്കെ കണ്ടു. ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്. ഓക്കെ, ഡിംപ്ലിംഗ് എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് അറിയാലേ, ഡിംപിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനും ചെറുപ്പത്തിൽ മനസ്സിലാക്കി ഡിംപിൾ എപ്പോഴാണ് അറിയോ? ഞാൻ സ്കൂളിലായിരുന്നപ്പം നമ്മളിങ്ങനെ ഓരോ കുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് ഡിംപിൾ ഉണ്ട്, ഇങ്ങനെ ചിരിക്കുമ്പോൾ ഒരു ചുളിവ്. ശരിക്കും പറഞ്ഞാൽ ഡിംപിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ചുളിവ് കേട്ടോ. ഓക്കെ, ഡിംപിളിംഗ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഡെൻറ്റ്, ചെറിയ എന്താണ്, ഇങ്ങനെ ചിലവർക്ക് ഒരു ചിരിക്കുമ്പോൾ ഒരു ഡിംപിളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ. നിങ്ങൾക്ക് ആരെങ്കിലും ഡിംപിൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനെ ദുൽഖർ സൽമാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഡിംപിൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്യൂട്ടിഫുൾ എന്താണ്, ഒരു നല്ല കാര്യം. പിമ്പിൾ പോലെ അല്ലേ, പിമ്പിൾ എന്നാണ് പാടില്ലേ, പൊടി ഇതൊക്കെ പോലെ അല്ലേ, പിമ്പിൾ. അതാർക്കും ഇഷ്ടമല്ല. ഡിംപിൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാവും, അത് ഭയങ്കര രസം. അപ്പൊ അതേപോലെ അപ്പൊ ഡിംപിൾ കുഴിയുള്ള പോലെ, കുഴിയല്ല, ഇങ്ങനെ എന്താ ചെറിയ ഇങ്ങനെ റിപ്പിൾസും കുഴിയൊക്കെ ഉണ്ടാവില്ലേ. എടോ, നിങ്ങളുടെ വെള്ളം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ നല്ല ഷൈനിങ് ആണ്, ഇങ്ങനെ കുഴികളും ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഡിംപ്ലിംഗ് റിവർ. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിംപ്ലിംഗ് റിവർ. ഓക്കെ, ഓരോ കുഴികളാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ കുഴിയുള്ള ഇങ്ങനെ എന്താണ് വെള്ളം ഇങ്ങനെ പോകുന്നില്ലേ, വെള്ളം ചാടി ഇറങ്ങിയും പോകുന്നു. അപ്പൊ എന്താണ് അത്? യെസ്. ഓക്കെ, ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. ഓക്കെ, ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്. അതിങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു. ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. മക്കളെ, ആകാശത്ത് വലിയൊരു ഗ്ലാസ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. സ്കൈ ബ്ലൂ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, സ്കൈ ആകാശം ബ്ലൂ ആണെന്ന് അറിയാം. ലുക്കിംഗ് ഗ്ലാസ്
അപ്പൊ എവിടുന്ന ഈ ബ്ലൂ കളർ വരുന്നത്? നിങ്ങൾ വലിയ ക്ലാസ്സിൽ സയൻസ് എത്തുമ്പോൾ പഠിക്കട്ടോ, ബ്ലൂ എവിടുന്ന വരുന്നത്, സൺസെറ്റ് ആകുമ്പോൾ എവിടുന്ന. അപ്പം മേലെ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ബ്ലൂ ടിന്റ് കൊടുത്തു, ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, അത് കാരണമായിരിക്കും ഇത് ബ്ലൂ ആവുന്നത് അല്ലേ. ഇവിടെയും ബ്ലൂ, അവിടെയും ബ്ലൂ ടെക്നോളജി. അപ്പം അവിടെ എന്താണ് സ്കൈൻ്റെ ബ്യൂട്ടി പറയണം. പക്ഷേ സ്കൈ എന്താണ് ബ്ലൂ കളർ എന്നല്ല. അപ്പം അതിനെ മെറ്റഫർ എന്ന് വിളിക്കുക അല്ലേ, മെറ്റഫർ. ഓക്കെ, ഇതെന്താണ് ഒരു ബ്ലൂ ലുക്കിംഗ്, സ്കൈനെ ഒരു ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ആയിട്ട് കമ്പയർ ചെയ്ത് ഇറ്റ് ഈസ് കോൾഡ് എ മെറ്റഫോർ. എന്താണ്? മെറ്റഫോർ. ശ്രദ്ധിച്ചോ? ഓക്കെ, ദ ഡസ്റ്റി റോഡ്സ്. ഡസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടി പിടിച്ച പൊടി, പൊടി 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 നിങ്ങൾ പേരൻസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അപ്പൊ പൊടി പിടിച്ച റോഡുകൾ ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, റോഡ് ഇങ്ങനെ മേലേക്കും താഴേക്കും മേലേക്കും താഴേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. റോഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മേലേക്കും താഴേക്കും. മക്കളെ, റോഡുകൾ എങ്ങോട്ടെങ്കിലും പോവോ? ഇല്ല, മനുഷ്യരാണല്ലേ പോവാ. അപ്പൊ ഇവിടെ പറയുന്നത് ഇതൊക്കെ ഡസ്റ്റി ഡസ്റ്റി വിട്. റോഡുകൾ എങ്ങനെയാ മേലേക്കും താഴേക്കും ഗോ അപ്പ് ആൻഡ് ഡൗണോ? എടോ, മനുഷ്യർ മേലേക്കും താഴേക്കൊക്കെ ഫ്ലൈറ്റ് ഒക്കെ കയറിയപ്പോൾ എന്താണ് ഇത് കയറും. അപ്പം ഈ റോഡിനെ നമ്മൾ എന്താണ് പെർസോണിഫൈ ചെയ്യുന്നതാണ് പെർസോണിഫിക്കേഷൻ. റോഡുകൾ മേലും താഴെ പോകില്ല, റോഡ് പോകുന്നത് മനുഷ്യൻ മേലേക്കും താഴേക്കും പോകുന്ന പോലെ ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. അപ്പം റോഡിനെ ഇവിടെ മനുഷ്യനെ പോലെ ആക്കിയിട്ട് ഇറ്റ് ഈസ് കോൾഡ് പെർസോണിഫിക്കേഷൻ. ജീവനില്ലാത്ത കാര്യത്തിൽ ജീവനുള്ള പോലെ നമ്മൾ വിളിക്കുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് പെർസോണിഫിക്കേഷൻ. ഓക്കെ, വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. മക്കളെ, എന്താണ് ഈ ട്രാമ്പിങ് എന്ന് പറഞ്ഞാൽ വാക്ക് ഹെവിലി ഓർ നോയ്സ്. മക്കളെ, നിങ്ങൾ ഈ ബസാറിലൊക്കെ പോയാലേ, സൺഡേ ഒക്കെ മോളിലൊക്കെ പോയാൽ കുറെ ആൾക്കാരുണ്ടാവില്ലേ, തിരക്കറിയും തിക്കും വീഴും. അയ്യോ അമ്മ എന്നെ വിടരുത്, അമ്മ എനിക്ക് KFC പോണം, അമ്മ എനിക്ക് അവിടെ പോണം, അവിടെ എന്ന് പറയില്ലേ. അതേപോലെ തന്നെ കുറെ ആൾക്കാർ തിരക്കിട്ട് പോവാട്ടോ. ഞാൻ തിരക്കിട്ട് പോകാം, കുറെ ആൾക്കാർ, ഇത്രയല്ല കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും എന്താണ് തിരക്കിൽ. അപ്പൊ മരത്തിന്റെ മേലെ നിന്ന് കാണുന്ന നമ്മളെന്താണ് ഡിംപ്ലിംഗ് റിവർ, ചുളിവുള്ള ഒരു പുഴ കാണുന്നുണ്ട്. ഓക്കെ, സ്കൈ നല്ല ബ്ലൂ ഗ്ലാസ് പോലെ അവിടെ നിൽക്കുന്നുണ്ട്. റോഡുകൾ മേലേക്കും താഴേക്കും പോകുന്നത് കാണുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ടൗണിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. എന്തെങ്കിലും ഓഫർ ഉണ്ടാവും അല്ലെ, നമ്മുടെ നെസ്റ്റോലോ അല്ലെങ്കിൽ ലുലുലോ എല്ലാം വലിയ ഓഫർ ഉണ്ടാവും, അതിന് വേണ്ടി പോയിരിക്കും. ഇനി കുട്ടി പറയുന്ന ആലോചിച്ച് നോക്കും കേട്ടോ, കുട്ടീന്റെ രസമല്ല. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, ഇതിനേക്കാൾ മേലെ അതുക്കും മേലെയുള്ള ഒരു മരമുണ്ടെങ്കിൽ, അതിന്റെ മേലെയുള്ള ഒരു മരം ഉണ്ട്. നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടില്ലേ? എനിക്കില്ല, ഞാൻ പേടിയായിരുന്നു, എനിക്ക് ഹൈറ്റ് പേടിയായിരുന്നു. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, ഇതിനേക്കാൾ ഹൈറ്റുള്ള ട്രീ ഉണ്ടെങ്കിൽ ഫാർദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സീ. അപ്പൊ ഞാൻ മേലേക്ക് പോകും. മക്കളെ, എത്ര മേലേക്ക് പോകുന്നോ അത്രയും ദൂരെ കാണാൻ പറ്റൂലേ? ശരിയല്ലേ? നോക്കിയേ, നമ്മളൊരു കുഞ്ഞു മരത്തിൽ കയറി. എന്താണ് ലോകം എന്ന് വിചാരിച്ചോ? കുഞ്ഞു മരത്തിൽ കയറി നമുക്ക് ഇവിടെ വരെ കാണാം അല്ലേ. നിങ്ങൾ വലിയ മരത്തിൽ കയറിയതോ ഡങ്കടക്കോ ഇവിടുന്ന് ഇവിടെ വരെ കാണാം. എന്താ ബുദ്ധി, അതുള്ളൂ. അപ്പം വലിയ മരത്തിൽ കയറിയാൽ എനിക്ക് അതിന്റെ അപ്പുറം അതുക്കും കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ. To where the grown up river sails. മക്കളെ, grown up river slips എന്താണ്? വലിയ നമ്മുടെ കുഞ്ഞു റിവർ പോയില്ലേ, അത് വലിയ റിവർ ആയിട്ട് സ്ലിപ്സ്. നിങ്ങൾക്കറിയാം ഈ പുഴകൾ എങ്ങോട്ടാ പോകുന്നത്? സമുദ്രത്തിലേക്ക് അല്ലേ, സീ, കടലിലേക്ക് പോകുന്നത്. എന്താണ്? ഷിപ്പുകളൊക്കെ ഉള്ള കടലിലേക്ക് പോകുന്നത് അല്ലേ. ആ ഷിപ്പ് വരെ എനിക്ക് കാണണം, ആ കടൽ വരെ എനിക്ക് കാണണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം വലിയ മരത്തിൽ കയറിയാൽ എനിക്ക് എന്താ കാണാൻ പറ്റും? നമ്മുടെ കുഞ്ഞു റിവർ അവിടെ എത്തുമ്പോഴാണ് സമുദ്രമായിട്ട് യോജിക്കുന്നത് അല്ലേ. ഇവിടെ സീ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? എല്ലാവരും ക്ലിയർ ആണല്ലോ? അപ്പം മേലേക്ക് പോകണം. കുട്ടികൾക്ക് എപ്പോഴെന്നാണ് മേലേക്ക് പോകണം, ഇനിയും സ്പീഡ് വേണം, ഇനിയും പവർ വേണം അല്ലേ. അതുപോലെ തന്നെ ആൻഡ് ലാസ്റ്റ് ആൻസർ, ഇതാണ് ഇമാജിനേഷൻ വരുന്നത്, പോയത്തിന്റെ ക്രിയേറ്റിവിറ്റി, കുട്ടീന്റെ ഇമാജിനേഷൻ വരുന്നത്. എന്താണ്? ടു വെയർ ദ റോഡ് ഓൺ ഐദർ ഹാൻഡ്. ഓരോ സൈഡിലും റോഡുകൾ ഉണ്ട്, ഇങ്ങനെ ഹൈവേ ആയിട്ട് റോഡ് പോകും കേട്ടോ. നോക്കിയേ, ഇവിടെ റോഡ് ഉണ്ട്. ഓക്കെ, ഓരോ സൈഡ് ഐദർ ഹാൻഡ്, ഓരോ കൈന്റെ അവിടെയും ഒരു റോഡ് ഉണ്ട്. ലീഡ് ഓൺവേർഡ്, ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇൻടു ഫെയറി ലാൻഡ്. എവിടെയാ? ഫെയറി, നമ്മുടെ ഡിസ്നിയിലൊക്കെ കാണുന്ന ഫെയറി ലാൻഡ് പോലെ അല്ലേ. നമ്മുടെ റോഡ് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്, എല്ലാം എന്താണ്? ഫെയറി ലാൻഡിലേക്ക്, നമ്മുടെ ഡിസ്നി വേൾഡോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്. ഓക്കെ, റെഡി? അത് വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. ഡൈൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ഡൈൻ എന്ന് പറയുമ്പോൾ സിറ്റ് ഫോർ ഡിന്നർ. ഓക്കെ, ഹാവ് ഡിന്നർ. മക്കളെ, 5 മണിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? 5 മണിക്ക് സ്നാക്സ് അല്ലേ. ഹാവ് ഡിന്നർ. രാത്രി അത്താഴ ഭക്ഷണം കഴിക്കുക 5 മണിക്ക് എല്ലാവരും ഭക്ഷണം ഇരുന്ന് കഴിക്കുക. ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? കളിപ്പാട്ടങ്ങൾ, ലിറ്ററലി കളിപ്പാട്ടങ്ങൾ. എന്താണ്? ടോയ്സ് കം അലൈവ്. മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ ഗ്യാരണ്ടി കേട്ടെ, നിങ്ങളുടെ ഒരു ഡോളോ ടോയോ കാറോ നിങ്ങൾക്ക് ജീവനോടെ വരികയാണെങ്കിൽ എന്ത് സന്തോഷം അല്ലേ. ഇപ്പോഴല്ലേ, ചെറുപ്പത്തിൽ അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഹാർട്ട് ഇമോജി ഇടാം അല്ലേ. നമ്മുടെ ഒരു സീക്രട്ട് ആയിക്കോട്ടെ അല്ലേ. വേറെ ആരും നോക്കണം, നിങ്ങളൊരു ഹാർട്ട് ഇമോജി ഇടാം അല്ലേ. നിങ്ങൾക്കറിയാം, എനിക്കൊരു സ്പൈഡി എന്ന് പറഞ്ഞ ഒരു പട്ടിക്കുട്ടീൻ്റെ ഡോൾ ഉണ്ടായിരുന്നു. ഓക്കെ, ചെറുപ്പത്തിൽ അത് വെച്ചാണ് ഞാൻ കിടക്കുക എന്നൊക്കെ എൻ്റെ പേരൻസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് ജീവൻ വന്ന് എനിക്ക് വലിയ സന്തോഷം അല്ലേ. നമുക്കറിയാം എന്ത് സംസാരിക്കും, നമ്മളോട് കുറേ സംസാരിച്ചിട്ടുണ്ട് സ്പൈഡി അല്ലേ, നമ്മുടെ ഡോളൊക്കെ അല്ലേ. പക്ഷേ
ഇപ്പൊ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും, ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ഫെയറി ലാൻഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ചാപ്റ്ററിന്റെ പേരാണ് ഫോറിൻ ലാൻഡ്സ്. എന്താ ഫോറിൻ ലാൻഡ്സ് എന്ന് പറയാൻ കാരണം ദൂരെയുള്ള കാര്യങ്ങൾ കാണാം അല്ലെ, മരത്തിന് മേലെ കയറുക, നേച്ചറിനെ കാണാം, ബ്യൂട്ടി കാണാം, ഫോറിൻ അക്കരെയുള്ള ലോകത്തെ കാണാമെന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി? ഇനി ഇതിലെ പോയം അപ്രീസിയേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, പോയം അപ്രീസിയേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങൾ 8ാം ക്ലാസ്സിലും 9ലും 10ലൊക്കെ ആവശ്യമാണ്. നിങ്ങളുടെ ഈ വർഷത്തെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പോയം അപ്രീസിയേഷൻ പോകുന്നതിന് മുമ്പ് റൈം സ്കീമും പോയറ്റിക് ഡിവൈസ് നോക്കാം കേട്ടോ. പോയറ്റിക് ഡിവൈസ് എന്തൊക്കെയാണ്? നമ്മൾ കണ്ട റൈം സ്കീം ഉണ്ട്. ഓക്കെ, റൈമുകളുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? റൈം സ്കീം എ ബി എന്ന് കണ്ടുപിടിച്ചു. ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇമേജറി ഉണ്ട് മക്കളെ. ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇമേജ് ഉണ്ട് അല്ലേ, നമ്മുടെ മനസ്സിൽ പിക്ചർ വന്നിട്ടില്ലേ, നമ്മൾ കണ്ടു അല്ലേ. നമ്മൾ എന്താ കണ്ടത്? നമ്മളിവിടെ ഇങ്ങനെ ഇത് കണ്ടു പിക്ചർ അല്ലെ, ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇമേജറി കേട്ടോ. ഇമേജറി അപ്പൊ എന്താണ്? കുറെ ഭയങ്കര ബ്യൂട്ടിഫുൾ. എന്താണ്? ഒരു നദിയുണ്ട്, അത് എന്താണ്? സ്കൈ ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു. പെർസോണിഫിക്കേഷൻ എന്താണ്? പെർസോണിഫിക്കേഷൻ ജീവനില്ലാത്ത കാര്യത്തിന് ജീവൻ കൊടുക്കുന്നത്. ഓക്കെ, ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഞാൻ പറഞ്ഞില്ലേ, റോഡുകൾ മേലേക്കും താഴെയും പോവില്ല, പക്ഷെ റോഡുകൾ കണ്ടാൽ അതുപോലെ, പക്ഷെ ജീവൻ കൊടുക്കുന്ന പോലെ അല്ലേ ആ റോഡുകൾ. നിങ്ങളുടെ റോഡ് എപ്പോഴെങ്കിലും മേലേക്കും താഴേക്കും പോകുന്ന കണ്ടിട്ടുണ്ടോ? റോഡുകളോട് പോകുമ്പോൾ നമുക്കത് തോന്നും, പക്ഷെ അത് പെർസോണിഫിക്കേഷൻ. മെറ്റഫർ നോക്കിയേ, കമ്പാരിസൺ കേട്ടോ. മെറ്റഫർ എന്താണ് നോക്കിയേ? ദ റിവർ ഇസ് കമ്പയർ ടു നോക്കിയേ എന്താണ്? റിവറിന് ഇവിടെ എന്താണ്? ഇവിടെയാണ് ശരിക്കും പറഞ്ഞത് സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. ഇതെന്താണ്? മെറ്റഫർ കേട്ടോ. സ്കൈ ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് അല്ല, ബ്ലൂ ഗ്ലാസ് പോലെ അല്ല, പക്ഷെ അതുപോലെ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അലിട്രേഷൻ ഉണ്ട്, ഫർദർ ആൻഡ് ഫർദർ. ഓക്കെ, ഫാദർ ആൻഡ് ഫാദർ ആൻഡ് എന്താണ്? ഫെയർ. ഇവിടെ എന്താണ്? ലീഡ് മൈ ഓൺവേർഡ് ടു മൈ ഫെയറി ലാൻഡ്. ഓക്കെ, ഫാ റിപ്പീറ്റ് ആവുന്നുണ്ട്, ഇവിടെ ലാ റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ സിംബലിസം എന്താണ്? സിംബലിസം എന്ന് പറയുമ്പോൾ ഒരു മീനിങ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫെയറി ലാൻഡ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇവിടെ ഫെയറി ലാൻഡ് എന്ന് പറയുന്നത് ഒരു കുട്ടീൻ്റെ ഇമാജിനേഷൻ അല്ലെ, ഒരു മാജിക്കൽ പ്ലേസ് അല്ലെ. ഫെയറി ലാൻഡ് എന്ന് പറഞ്ഞാൽ മാലാഖമാരുടെ ലോകം എന്നല്ല, കുട്ടീൻ്റെ ഇമാജിനേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പോകേണ്ട സ്ഥലമാണ്. ഓക്കെ, റെഡി? ഇനി പോയം അപ്രീസിയേഷൻ നോക്കാം. ദ പോയം ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേഴ്സ് ദ ചൈൽഡ്സ് ക്യൂരിയോസിറ്റി അല്ലേ. നിങ്ങൾക്ക് എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം അല്ലേ, മരത്തിന് മേലെ കയറുക, ലോകം നോക്കുക, അത് കാണാം, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ആൻഡ് ഇമാജിനേഷൻ ആസ് ഹി ക്ലൈംസ് എ ചെറി ട്രീ ടു എക്സ്പ്ലോർ ദ വേൾഡ്. ലോകം കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. The theme revolves around the wonder, discovery and joy of seeing new places from a fresh perspective. മേൽന്ന് കാണുമ്പോൾ വേറെ തന്നെ ഒരു ലോകമാണ്. The poet uses vivid imagery, blah 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 blah. ഇതൊക്കെ നമ്മൾ കണ്ട സാധനമാണ്. Poem beautifully expresses how a child's imagination turns everyday sights into an exciting adventure അല്ലേ. എല്ലാ ദിവസവും കാണുന്ന സാധനങ്ങൾ ഒരു എക്സൈറ്റിംഗ് എന്താണ്? ഒരു അഡ്വഞ്ചർ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് പോയം അപ്രീസിയേഷൻ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേഗം വായിച്ചു നോക്കാം. വാട്ട് ഇസ് ദ പോയിന്റ് മീൻ ബൈ ലുക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ഫ്രാൻസ്? ഓക്കെ, അക്കരെയുള്ള എന്താണ്? ഫോറിൻ രാജ്യങ്ങൾ കണ്ടു എന്നാണോ? ദ പോയിറ്റ് മീൻസ് ദാറ്റ് ഫ്രം ദ ചൈൽഡ് from the top of the cherry tree could see far away places. ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാം, which is felt new and exciting. പുതിയതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു. അല്ലാണ്ട് ദുബായോ പാകിസ്ഥാനോ അല്ല കാണുന്നത്, ദൂരെയുള്ള far away lands. Okay, how was the child able to see the places he never saw before? ഒരിക്കലും കാണാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ കണ്ടത്? The child climbed a cherry tree. മരത്തിന്റെ മുകളിൽ കയറി, which gave him a higher view. മരത്തിന്റെ മേലെ കയറി മുകളിലെത്തിയപ്പോൾ allowing him to see new places. ഒരിക്കലും കാണാത്ത സാധനങ്ങൾ കണ്ടു അല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ടോ നിങ്ങൾക്ക് ഹൈറ്റ് കൂടിയാൽ എന്ത് രസമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഹൈറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ, പക്ഷെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിനെ പോലെ വലിയ ഹൈറ്റ് ആകുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. കബോർഡിന് മേലുള്ളത് കാണാൻ പറ്റും, അലമാരിന്റെ മേലുള്ളത് കാണാൻ പറ്റും, ഏറ്റവും മേലത്തെ തട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടല്ലേ നമുക്ക് ബസ്സിൽ മറ്റേ മേലത്തെ കമ്പി പിടിക്കാന്ന് പറഞ്ഞാൽ എന്ത് രസമായിരിക്കും. ആലോചിച്ച് നോക്ക്. റെഡി അല്ലേ? നിങ്ങൾ ഇത് അഗ്രി ചെയ്യുന്നുണ്ടെ കമന്റ് ചെയ്യുക. ഓക്കെ, ആ ബസ്സിൽ ആ വലിയ അത് പിടിക്കാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹമല്ലേ. ഇപ്പൊ നിങ്ങൾ അച്ഛനും അമ്മേനെയും പിടിക്കാൻ സീറ്റ് പിടിക്കും, മറ്റേത് പിടിക്കും. അതാണ് ലൈഫിലെ വലിയൊരു വിക്ടറിയില്ലേ. അപ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം വരും അല്ലേ. അത് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെ വലിയ സന്തോഷം അല്ലേ. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ അതേപോലെ മേലെ കയറിയപ്പോൾ പുതിയ ലോകം പോലെ അല്ലേ, പുതിയൊരു ലോകം. വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? എന്തൊക്കെ കണ്ടു? ഗാർഡൻ, flowing river, dusty roads, people walking, many other pleasant places. കുറെ സന്തോഷമായ വേറെ കാര്യങ്ങൾ. Okay, why does the poet say that the river is sky's blue looking glass? Metaphor ആട്ടോ. The poet compares the river to the glass because it reflects the blue color of the sky. റിവർ എന്താ ചെയ്യുന്നത്? റിവർ ഒരു മിറർ പോലെയാണ്. റിഫ്ലെക്ട്സ് ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. ആകാശത്തിന്റെ ബ്ലൂ കളറാണ് റിഫ്ലക്ട് ചെയ്യുന്ന മിറർ പോലെ. ആൻഡ് ലുക്സ് ലൈക്ക് മിറർ ഇമേജ്. അതിന്റെ കോപ്പി അടിക്കുന്ന പോലെ ഉണ്ട്. വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? എന്താണ് ഗ്രോൺ അപ്പ് റിവർ? വളർന്ന് വലുതായ റിവർ ആണോ? വയസ്സായ അല്ല. നോക്കാം.
റെഫേഴ്സ് ടു ദ റിവർ ആസ് ദ ഫ്ലോസ് അവേ. ഓക്കെ, ആ റിവർ ഇങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ അതിനെയാണ് വിളിക്കുന്നത് ബിക്കമിങ് ബിഗർ. അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. മെർജിങ് ഇൻ ടു ദ സീ. അവിടെ എത്തുമ്പോൾ വലിയ നമ്മളും ഓരോ വർഷം നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ ഗ്രോണപ്പ് ആയിക്കൊണ്ടിരിക്കുക. 8ാം ക്ലാസ് 9ാം ക്ലാസ് വലിയ ചേട്ടന്മാരായിക്കൊണ്ടിരിക്കുക, ചേച്ചിമാരായിക്കൊണ്ടിരിക്കുക. ആൻഡ് നമ്മൾ പെട്ടെന്ന് ലോകത്തിലേക്ക് പോകും, അല്ലെ സമുദ്രത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന പോലെ ഈ റിവറിനെയും ഗ്രോൺ അപ്പ് എന്ന് വിളിക്കുകയാണ്. 2 ക്വസ്റ്റിനും കൂടി. ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ദ ഷിപ്സ്? ആ കടലും അതേപോലെ എന്താണ് ഷിപ്പുകൾ എങ്ങനെയാണ് കണ്ടത്? ദ ചൈൽഡ് ബിലീവ്സ്, കുട്ടി വിശ്വസിക്കുന്നതാണ്, ഇഫ് ഹി ക്ലൈംസ് ഹയർ, അതുക്കും മേലെ ഇതിനും മേലെ പോയാൽ എന്താണ്, ഹി വുഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ദ ഷിപ്സ്. അല്ലേ, എന്താണ് അതിനേക്കാൾ വലിയൊരു മരത്തിലേക്ക് പോയാൽ എനിക്ക് ഇനിയും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ദ ഫെയറി ലാൻഡ്? ഫെയറി ലാൻഡിൽ പോകുമ്പോൾ എന്താണ് കാണുന്നത്? ഡിന്നർ 5 മണിക്ക് കഴിക്കണം, ടോയ്സിനൊക്കെ ജീവനായിരിക്കും, ടോയ്സ് ഷുഡ് ബി അലൈവ്. ഓക്കെ, അതൊക്കെയാണ് പറയുന്നത്. എന്താണ് ദ ചൈൽഡ് ഇമാജിനസ് ഫെയർ, ചിൽഡ്രൻ ഡൈൻ അറ്റ് 5, 5 മണിക്ക് ഭക്ഷണം കിട്ടും, പ്ലേ തിങ്സ്, ടോയ്സ് ജീവനോടെ വരുന്നു, ആൻഡ് എല്ലാം മാജിക്കലായിരിക്കും, എല്ലാം ഭയങ്കര മാജിക്കൽ രസമുള്ള സ്ഥലമായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പോയത്തിലേക്ക് പറയുന്നത്. പിന്നെ മകളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴത്തെ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തിട്ടുണ്ട്. റൈം സ്കീം കണ്ടു, പെർസോണിഫിക്കേഷൻ കണ്ടു, അലിട്രേഷൻ കണ്ടു, എല്ലാം നമ്മൾ സിംബലിസം ഒക്കെ കണ്ടു.